ഈ വേദിയിൽ ഇങ്ങനെ ഒന്ന് വിഹകവീക്ഷണമെന്ന് പറയാമെങ്കിൽ ഇച്ചിരി ഉയരത്തിൽ നിന്നോട്ടുള്ള നോട്ടത്തിൽ ആദ്യം മനസ്സിൽ പതിഞ്ഞത് ഇവിടെ സമാജ അംഗങ്ങളെ ധാരാളം കാണുന്നു. അവിടെ ഇവിടെയും ഏതാനും പുരുഷന്മാരെ കാണുന്നു, ധാരാളം വൈദികരെ കാണുന്നു, ഏതാനും സന്യാസ വൈദികരെയും കാണുന്നു. ഒരൊറ്റ കന്യാസ്ത്രീയെ പോലും കാണുന്നില്ല. രണ്ടുപേരുണ്ടെന്ന് ആ തിരുവേനി പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഉണ്ട്, ഒരാളുണ്ട്, ഇപ്പോൾ വന്നേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ വന്നു. ഏതായാലും ആക്ഷേപമൊക്കെ മാറി, സിസ്റ്റർ വന്നുകൊണ്ട് ആ പരാതി മാറി. ഞാനിവിടെ ഇരുന്ന് നോക്കുകയായിരുന്നു ആരെങ്കിലും കൊണ്ടുവന്ന്. അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഇന്നത്തെ സ്ഥിതിയുടെ ഒരു പ്രതിഫലനമാണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതുകൊണ്ടത് പറഞ്ഞതാണ്. ഒരാൾ മാത്രം കാണണമെന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ആ സിസ്റ്ററിങ് മുമ്പോട്ട് പോരുക, ഇനി കാണാനുള്ളവർ കണ്ടോട്ടെന്ന് വിചാരിച്ചു. ഇനി ആരെങ്കിലും ഇത് പറയാനിടയായിരുന്നു, അതുകൊണ്ട് ആ സിസ്റ്ററിങ് പോരുന്നു. ഈ സംഘടനയുടെ പേര് മർത്തമറിയം സമാജം എന്നാണല്ലോ. എന്നാൽ സമീപകാലത്ത് ഈ മോംസ് എന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ പകച്ചു പോയി. സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് ഒരു പിടിയും കിട്ടി. വാസ്തവത്തിൽ ഇപ്പോഴതിൻ്റെ പ്രാധാന്യമോ സാങ്കത്യമോ മനസ്സിലൊന്ന് തെളിഞ്ഞത്. അതെൻ്റെ കുറ്റമായിരിക്കും. ഡാഡ് ആൻഡ് മം എന്നാണ് ആംഗല ഭാഷ മാതൃഭാഷയായി കൈയാളുന്നവരുടെ സമൂഹങ്ങളിൽ ഉപയോഗിക്കുന്നത്. മോം എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോംസ് എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ സംഘടനയാണെന്നുള്ളത്. മിനിഞ്ഞാന്ന് തിരുവോണനാളിൽ വർത്തമാനപത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അവരെല്ലാം ഉറങ്ങുകയായിരുന്നു. മിനിഞ്ഞാന്ന് വന്ന ഹിന്ദു പത്രത്തിൻ്റെ ഒരു സപ്ലിമെൻ്റ്. മുമ്പൊക്കെ ഓണം പോലെയുള്ള ദിവസങ്ങൾ വന്നാൽ ഓരോ പത്രത്തിന് ഒരു കെട്ട് കാണും സപ്ലിമെൻ്റ്. ഇപ്പോൾ എന്തോ അതെല്ലാം അപ്രത്യക്ഷമായിട്ടുണ്ട്. മലങ്കര സഭാമാസികയൊക്കെ സ്പെഷ്യൽ ഇറക്കുമെന്ന് എനിക്കറിയാം. ഓണത്തിൻ്റെ ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഹിന്ദു പത്രം ഇംഗ്ലീഷിലുള്ളതാണ്. അതിനൊരു മലയാളം പുൾ ഔട്ട് 8 പേജുള്ള മലയാള ഭാഷയിലൊരു സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. വായിച്ചോ എന്നെനിക്കറിയില്ല. പലയിടത്തും അത് കിട്ടിയിട്ടില്ല. ചിലതൊക്കെ കിട്ടി. ഞങ്ങൾക്ക് കൊരട്ടിയിൽ കിട്ടി. അതിൻ്റെ 3-ാം പേജിലാണെന്ന് തോന്നുന്നു സാറാ ജോസഫിൻ്റെ കാണാൻ വിറ്റും എന്ന് പറഞ്ഞൊരു ചെറുകഥയുണ്ടായിരുന്നു. കിട്ടുകയാണെങ്കിൽ അത് വായിക്കണം. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം, മുഴുവനാണെന്ന് പറയുന്നില്ല. സാറാ ജോസഫ് ടീച്ചർ ഒരു വീട്ടമ്മയുമായി സംവാദിക്കുന്നതാണ് തുടക്കം. ലീല എന്ന സ്ത്രീയെ. ഓണമൊക്കെ എന്തായി ലീലേ എന്ന് ചോദിക്കുമ്പോൾ മറുപടി അസൽ തൃശ്ശൂർ ഭാഷയിൽ, എന്തൂട്ട് ഓണം ടീച്ചറെ, ഇവിടെ ഒരുത്തന് മൂക്ക് പിഴിഞ്ഞാൽ 3 കിട്ടുന്നത്. പണ്ടാറക്കാലൻ. ഞാൻ എൻ്റെ ഭാഷയല്ല കേട്ടോ, സാറാ ജോസഫ് എഴുതിയതാണ്. കഴിഞ്ഞ വർഷം തിരുവോണത്തിൻ്റെ അന്ന് ഒരൊറ്റ അടി എന്നെ കുടിച്ചേച്ച് വന്ന് രക്തം ചിതറി. ഇപ്പോഴും ചെവി കേൾക്കാൻ മേല. അവരുടെ ഒരു രേഖാചിത്രമുണ്ട്, ഇങ്ങനെ നിൽക്കുന്ന ഒരെണ്ണം അതിൻ്റെ അകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ കഥയാണ്. അതിനിടയിൽ അപ്പനും കുടിയൻ മകനും കുടിയൻ പിള്ളേരെ എല്ലാം ഇട്ട് തല്ലുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുണ്ടികളെല്ലാം കൂടെ നിലവിളിക്കുന്നു. കഴിഞ്ഞ വർഷം ഓണം തയ്യാറാക്കി വെച്ചു. ഈ നിലവിളിയെല്ലാം കഴിഞ്ഞപ്പം ആർക്കും ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എന്തൊക്കെ അവരുണ്ടാക്കി വെച്ചിരുന്നു. 4 മണിയായപ്പോഴും പിള്ളേരൊക്കെ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഷയിൽ. അപ്പോൾ ഈ തള്ള പോയി അവരുടെ ഭാഷയിൽ പറഞ്ഞ 4 പപ്പടം കാച്ചി പിള്ളേർക്ക് ഞാൻ ചോറ് കൊടുത്തു. എന്നിട്ട് അവർ ടീച്ചറോട് പറയാം, ഇങ്ങനെ നിന്നുകൊണ്ട്, എൻ്റെ ടീച്ചറെ, ഈ ആഘോഷമൊക്കെ ആണുങ്ങൾക്കല്ലയോ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്താ ആഘോഷം?
ഇത് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് സഭയും വിമുക്തമല്ല എന്ന ഭയാനകമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പലരും പല ആഘോഷങ്ങളിലാണിപ്പോൾ ഈ നാളുകളിൽ. നല്ലതുപോലെ ആഘോഷിച്ചവരും ഉണ്ടാകും. നമ്മൾ കുടുംബത്തെപ്പറ്റി മോംസിനെ കുറിച്ച് അമ്മ അതിനെക്കുറിച്ചായിരിക്കും ഇവിടെ ചിന്ത എന്നാണ് എൻ്റെ ഒരു വിചാരം. വീട് വീടായി വരുമ്പോഴേ നാട് നാടായി നടക്കൂ എന്നുള്ള കുഞ്ഞിണ്ടി വാക്യം. വീട് വീടായി വരുമ്പോഴേ നാട് നാടായി വരും. നമ്മളുടെ വീടുകൾ എന്തായിരിക്കണമെന്ന് നിർണ്ണയിക്കുന്നതിൽ മോംസിന് ഒരു വലിയ നിർണായക പങ്കുണ്ട്. മഹാബലിയെ ചവിട്ടി താഴ്ത്ത രംഗത്തിൽ ഒരമ്മയെയും കാണുന്നില്ല. ഒരമ്മ അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും ചവിട്ടുകയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അവിടെ ഒരു അമ്മ സാന്നിധ്യത്തിൻ്റെ അഭാവമുണ്ട്. എന്തോ ഒരു അപൂർണത ആ രംഗത്ത് കാണാം. ബലിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ പുകഴ്ത്തും, വാമനനെ പഴിക്കും. ഇത് രണ്ടും ശരിയല്ല എന്നാണ് കഥ എഴുതിയവർ പറയുക, മിത്താണെന്നാണ് പറയുക. എന്തോ ആവട്ടെ, കുടുംബങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണത്തിൽ അതിന് നിവാരണമുണ്ടോ എന്ന് തേടുന്നതിൻ്റെ രംഗത്ത് ഈ മോംസിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങളുടെ പുരുഷന്മാരെ വഴിക്ക് വരുത്താൻ ഒരു നല്ല അളവ് നിങ്ങൾക്ക് സാധിക്കും. ആ ഉത്തരവാദിത്വം നിറവേറ്റണം. ഞാൻ ആവർത്തിച്ച് പറയും, നിങ്ങളുടെ പുരുഷന്മാരെ വഴിക്ക് വരുത്താൻ, മര്യാദയ്ക്ക് നടത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ വലിയ ചാട്ടമൊക്കെ വെളിയിൽ ചാടുന്ന വീട്ടിൽ വരുമ്പോൾ പൂച്ച പോലെ ഇരിക്കും. കാരണം അല്ലെ വല്ലതൊക്കെ കേൾക്കും, അല്ലെ കിട്ടും. അതുകൊണ്ട് എന്നിങ്ങോട്ട് കയറി കൈവെക്കണമെന്ന് ഞാൻ പറഞ്ഞ് ദയവായിട്ട് പറയല്ലേ. പക്ഷേ കുടുംബങ്ങൾ നശിക്കാനിടയാവരുത്. ഈ മധ്യ കേരളം ആ കഥ വായിച്ചാൽ നമ്മളങ്ങ് ഇരുന്നു പോകും. ഞാനൊരു 4 പ്രാവശ്യം വായിച്ചത് കഥ. കാണം വിറ്റും എന്നാണ് ശീർഷകം. തരിച്ചിരുന്ന് പോയി വായിച്ചാണ്. ഇതാണോ മലയാളം? എന്നിട്ട് അവർ സാറാ ജോസഫ് എഴുതിയിട്ടുണ്ട്, ഇത് സാമാന്യവൽക്കരിക്കാൻ ഒക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് എഴുതുന്ന എല്ലായിടത്തും അങ്ങനെ അല്ലായിരിക്കാം. എങ്കിലും മലങ്കര സഭയിലും ഈ ആചാരം, സ്നേഹം, ആചരിപ്പീൻ എന്ന് പറഞ്ഞതിൽ ഞാൻ തിരുമേനി അത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു. ആദ്യമായിട്ട് കേൾക്കുകയല്ല. ഇന്നലെ ഒരു തൈലാഭിഷേക കൂദാശ ഞാൻ നടത്തി തിരുവനന്തപുരത്ത്. ബഹുമാനപ്പെട്ട ഓർപ്പീസ്കോപ്പാച്ചൻ അറിയാം, വൈദ്യനച്ഛന് CC ഐസക് സാറിൻ്റെ. അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് തൈലാഭിഷേകം നടക്കുമ്പം ഈ കിടക്കുന്ന രോഗി ഒരു പുസ്തകം, ഇത് ക്രമം തൈലാഭിഷേക ക്രമം എടുത്ത് ഓരോന്നും ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ ഒരു രംഗം. ഒന്നീ പേടിയായിരിക്കും, അല്ലെങ്കിൽ ബോധമില്ലായിരിക്കും. നടത്തുന്നവരുടെയാണോ കിടക്കുന്നവരുടെയാണോ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു ചിന്തിക്കാൻ. ഒന്നിൽ ശേഷിയില്ലായിരിക്കും, അല്ലെങ്കിൽ ബോധമില്ലായിരിക്കും. എന്തായാലും ഇദ്ദേഹം ഒരു പുസ്തകം ചോദിച്ചു വാങ്ങി. 3-4 പുസ്തകമുണ്ട്. അത് നോക്കി ഓരോ അക്ഷരവും ഇങ്ങനെ വിരലുകൊണ്ട് നീക്കി വായിക്കുന്നത് കണ്ട് ഞാൻ സ്തംഭിച്ചില്ല. കൺകുളിർക്കെ കണ്ടെന്ന് പറഞ്ഞാൽ മതി. ആചരണം എന്നാൽ എന്താണ്? നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഈ മോംസ് എന്നത് ആചരിക്കപ്പെടണം. മാതൃത്വം അതിന് ഒരിക്കലും വാർദ്ധക്യമെത്തുകയില്ല. 85 വയസ്സായ വാർത്തമറിയ സമാജം അത് വാർദ്ധക്യത്തിലെത്തിയെന്ന് തോന്നും. പക്ഷേ മാതൃത്വത്തിന് ഒരിക്കലും വാർദ്ധക്യമില്ല. അതിന് ജരാതരകൾ ബാധിക്കുകയില്ല. അതെന്നും പച്ച പിടിച്ച് നിൽക്കും. അതാണ് സദൃശവാക്യങ്ങളിലെ അവസാന അധ്യായം പറയുന്ന എന്നും നവമായ, എന്നും പച്ചപ്പായി നിൽക്കുന്ന മാതൃത്വത്തിൻ്റെ മേഖല. അവിടെ നല്ല ഉത്സാഹിയായി അതിരാവിലെ മുതൽ അധ്വാനിക്കുന്ന അമ്മ, ഭർത്താവും ഭാര്യയെ പ്രശംസിക്കുന്നു. ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടുന്ന ഒരു മാതാവിൻ്റെ ചിത്രം അവിടെ മാത്രം കാണാം. ഭാവികാലം ഓർത്ത് വിലപിക്കുന്നതാണ് ലീല. സാറാ ജോസഫിൻ്റെ കഥയിലെ ലീല ഇന്നിനെക്കുറിച്ചും നാളെക്കുറിച്ചും മറ്റേനാളിനെക്കുറിച്ചും നെഞ്ചത്തടിച്ച് അവരുടെ ഭാഷയിൽ നിലവിളിക്കുകയാണ്. സദൃശവാക്യത്തിലെ അമ്മ ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടുന്നു, യാതൊരാധിയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ആമൃതന്മാരെ നേർവഴിക്ക് വരുത്തുന്നതിൽ നിങ്ങൾക്കൊരു റോളുണ്ട്.
അത് വെച്ചു മാറരുതൊരിക്കലും. വിശുദ്ധ മറിയാമിൻ്റെ പേരിലുള്ള ഒരു സംഘടനയാണിത്. നിങ്ങളെല്ലാം ഇന്ന് വളരെ യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും യൂണിഫോം ആകുമെന്ന് എനിക്ക് വിചാരമില്ല. നമ്മുടെ യൂണിഫോം വസ്ത്രത്തിൽ മാത്രമല്ലാതെ ഏകാഗ്രമായി ഏകാഭിപ്രായമായി വരുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ മാതൃക മോം ആണ്. പ്രാർത്ഥനയുടെ, കുമ്പിടിലിൻ്റെ, ഉപവാസത്തിൻ്റെ, ക്ഷമയുടെ, അതിഥി സൽക്കാരത്തിൻ്റെ എല്ലാം ഏറ്റവും വലിയ മാതൃക മോമാണ്. അപ്പൻ്റെ ഇന്ന് അത്രയൊന്നും പ്രതീക്ഷിക്കണ്ട. അവരിതിലേ ഇറങ്ങിപ്പോകും, പിള്ളേർ അതിലേ പോകും. മോം എന്നും നിൽക്കും. വീട്ടിലെ പ്രാർത്ഥനയുടെ, നോമ്പിൻ്റെ, മൗനത്തിൻ്റെ, സംസാരത്തിൻ്റെ, അതിഥി സൽക്കാരത്തിൻ്റെ എല്ലാം ഏറ്റവും ഉദാത്തമായ മാതൃക മോം ആയിരിക്കും. അത് നെഞ്ചിലിരിക്കൊണ്ട് പോകാൻ ഈ അര്യാന്തര അര്യാന്തരമാണെന്ന് മനസ്സിലായി. മോം ഇംഗ്ലീഷാണ്. അപ്പോൾ ഇത് ഇൻ്റർനാഷണലായിട്ട് എഴുതാം. അങ്ങനെ എല്ലാ മോംസിനും എൻ്റെ പോക്കുകയും മാതൃത്വത്തെ ഞാൻ വന്ദിക്കുന്നു. സഭ മാതാവാണ്. ആ മാതാവിനെ ഞാൻ വന്ദിക്കുന്നു. മാതൃത്വം കഴിഞ്ഞേ ഉള്ള ഏത് യുദ്ധവും ഇവിടെ മാതൃത്വത്തിൻ്റെ മുമ്പിൽ എല്ലാം കുനിയണം. അവിടെ നിന്ന് ഏത് വീരയോദ്ധാവും അമ്മയുടെ പാദത്തിൽ വീഴും. ഏത് വീരപരാക്രമിയും അമ്മയെ വന്ദിക്കും. അത് കളഞ്ഞു കുളിക്കരുതെന്നേ ഉള്ളൂ. ആ ഉള്ള സ്ഥാനം കളഞ്ഞു കുളിക്കരുതെന്ന് മാത്രം. അതിനിടെയാകട്ടെ നിങ്ങളുടെ മക്കൾ സഭയുടെ വീരശൂര മക്കളായി മുമ്പുണ്ടായിരുന്നത് പോലെ നസറാണി സിംഹങ്ങളായി സഭയുടെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തമ കുടുംബങ്ങൾ രൂപപ്പെടുത്തുന്നതായി തീരാൻ സഹായിക്കട്ടെ. മാതാക്കൾക്കെല്ലാം വന്ദനം.